ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. പിതാവിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. വർഗീയതയാണോ യഥാർത്ഥ പ്രശ്നം എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. മലയാള ചാനലുകളിലെ അന്തിച്ചർച്ചകൾ കണ്ടാൽ തോന്നും കേരളം മുഴുവൻ സാമുദായിക സംഘർഷങ്ങളാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ സാഹോദര്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? കഴിഞ്ഞ 2 ആഴ്ചത്തെ സാമൂഹിക ജീവിതത്തിൽ ഇതര മതവിശ്വാസികളുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും സാരമായ വിള്ളലുകൾ വീണതായി നമുക്ക് അനുഭവമില്ല. നമ്മളെല്ലാം ഇന്നും സാഹോദര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു, അതുതന്നെ ജീവിക്കുന്നു. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിനും ആരും ക്ഷതം ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണ് പ്രശ്നം? ആദരണീയനായ അഭിവന്ദ്യ കലറങ്ങാട്ട് പിതാവ് ഒരു മതവിശ്വാസത്തിനുമെതിരായി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഉന്നതമായ മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുകയും ഇതര മതങ്ങളുടെ വിശ്വാസങ്ങളെ പഠനങ്ങളുടെ പിൻബലത്തിൽ ആദരിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹമെന്നും നമുക്കറിയാം. പിന്നെ എന്താണ് പ്രശ്നം? അദ്ദേഹം തന്റെ ജനങ്ങൾക്ക് നൽകിയ പ്രബോധനത്തിൽ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ വിധ്വംസക പ്രവർത്തനങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ ആഹ്വാനം ചെയ്തു. അത് സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ആ ആഹ്വാനം കേട്ടവരാരും ഒരുവിധ സംഘർഷങ്ങളിലും ഏർപ്പെട്ടതായി നാം ഇന്നുവരെ കേട്ടുമില്ല. അവരെല്ലാം സ്വസ്ഥമായും ശാന്തമായും ജീവിക്കുന്നു. പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ടാക്കിയവർ തന്നെ പരിഹരിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുകൂടി പറയുക. ഇവിടെ വർഗീയതയല്ല പ്രശ്നം, തീവ്രവാദ വിധ്വംസക പ്രശ്നങ്ങളാണ് നാം ചർച്ച ചെയ്യേണ്ടതും പരിഹാരം കാണേണ്ടതും. ഒരു ചെറിയ സാമുദായിക സംഘർഷം പോലും ഉണ്ടാകാത്ത വിഷയത്തിൽ ഇപ്പോഴും സൗഹാർദ്ദത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്തിനു വേണ്ടി ഈ നാടകങ്ങൾ? ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ കാലിക പ്രസക്തമായ ഈ വാക്കുകൾക്ക് അഭിനന്ദനങ്ങൾ.